വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഷോപ്പിൽ തന്നെ ചെയ്തെടുത്തേക്കുന്ന 2 കുർത്തികളാണ്. നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇടാൻ പാകത്തിനുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള 2 കുർത്തികളാണ്. അതിന് മുൻപായിട്ട് എല്ലാവരോടും ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ്. നല്ല നല്ല കമന്റുകൾ നിങ്ങൾ പറയുന്നുണ്ട്. പേഴ്സണൽ ചാറ്റിൽ വന്നിട്ട് ചേച്ചിയുടെ കുർത്തികൾ നല്ല ഭംഗിയുള്ള കുർത്തികളാണ്, നല്ല കളർ കോമ്പിനേഷൻസ് ആണ്, യുണീക്ക് ആണ്, അങ്ങനെ ഒത്തിരി നല്ല കമന്റുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും താങ്ക്ഫുൾ ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. ഞാൻ ഈ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ നല്ല നല്ല കളറും നല്ല നല്ല കോമ്പിനേഷൻസ് ഒക്കെ എൻ്റെ കണ്ണിൽ പെടാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്കിലല്ലേ എനിക്ക് നിങ്ങൾക്ക് നല്ലത് കൊണ്ട് തരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ നമ്മളതിനെ തേടി 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 കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. ഈ ഇട്ടിരിക്കുന്ന കുർത്തി ഉണ്ടല്ലോ, ഇതാണ് ഇന്നത്തെ ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു മജന്ത ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1 ഇയർ ഒക്കെ മുമ്പാന്ന് തോന്നുന്നുണ്ട്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ ഇതിന്റെ തന്നെ സെയിം കളർ കോമ്പിനേഷൻ ഒരു കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കോബയാണ് ഫാബ്രിക്. അന്ന് നമുക്ക് കിട്ടിയ കട്ട് വർക്ക് ഇതാ ഈ ഒരു കട്ട് വർക്കാണ്. കുറെ പേരൊക്കെ വാങ്ങിയിട്ടുണ്ടാവും, ഒത്തിരി പേർക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. പലരും പിന്നീട് എൻ്റെ ഫോട്ടോ, ഞാൻ ഇതിട്ട് നിന്ന് വീഡിയോ ചെയ്ത ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഒത്തിരി പഴയൊരു കുർത്തിയാണ് കേട്ടോ ഇത്. ഈ ഒരു പാറ്റേണിലാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് കിട്ടിയേക്കുന്നത് സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ്, പക്ഷെ കട്ട് വർക്കിൽ വ്യത്യാസമുണ്ട്. അന്ന് ഞാൻ ഇതിൽ കുറച്ച് കട്ടിയുള്ള ലൈനിങ്ങാണ് വെച്ചിരുന്നത്. നമ്മുടെ ഇവിടുത്തെ ലൈനിങ് എപ്പോഴും ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ലൈനിങ് ഇട്ട് നമ്മൾ ചെയ്യുന്നത്, എല്ലാ കുർത്തികളും ചെയ്യുന്നത്. പക്ഷേ ഈ അക്കോബ പോലത്തെ ഫാബ്രിക്കിലേക്കൊക്കെ ആ കട്ടിയുള്ള ഫാബ്രിക് വരുമ്പോൾ ഭയങ്കര വെയിറ്റ് തോന്നും കുർത്തിക്ക്. അപ്പോൾ ഇത്രയും നാളായിട്ട് എത്ര വാഷിങ് കഴിഞ്ഞാണെന്നറിയാം, എന്നിട്ടും ഈ കുർത്തി കയ്യിലെടുക്കുമ്പോൾ നല്ലൊരു വെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിടാൻ കുറച്ച് മടിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഈ ഫാബ്രിക് കിട്ടിയപ്പോൾ ഞാൻ കനം കുറഞ്ഞ ലൈനിങ് ആണ് ഇതിലിട്ട് വെച്ചേക്കുന്നത്. പക്ഷേ ഈ കനം കുറഞ്ഞ ലൈനിങ് വെക്കുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചുരുങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ലൈനിങ് കട്ട് ചെയ്ത് വാഷ് ചെയ്തിട്ട് അത് ഉണക്കി ഒന്ന് അയൺ ചെയ്തിട്ടാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ കുറേ കുർത്തികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിൽ ബൾക്കായിട്ട് ഇതിന്റെ ഫാബ്രിക്കും ഉണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഇനി സ്റ്റിച്ചിന്റെ കുർത്തി എല്ലാം തീർന്നു, ഫാബ്രിക് ആണ് ഉള്ളതെങ്കിൽ ആ ലൈനിങ് ക്ലോത്ത് ഒന്ന് വാഷ് ചെയ്തിട്ട് അത് ഉണക്കി ഒന്ന് അയൺ ചെയ്തെടുക്കാനുള്ള ഒരു സാവകാശം, എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിലുള്ളവരാണ്, എവിടെയെങ്കിലുമൊക്കെ അബ്രോഡൊക്കെ പോകാനുള്ളവരൊക്കെയാണ് ഓർഡർ തരുന്നതെങ്കിൽ അതൊന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വേണം ഓർഡർ തരാനായിട്ട്. ഇപ്പൊ വീഡിയോ വന്ന് ഉടനെയൊക്കെ ആണെങ്കിൽ ഇതിന്റെ സ്റ്റിച്ചിന്റെ കുർത്തി എല്ലാം ഉണ്ടാവും. ഇനി അതല്ല, ഫാബ്രിക് ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ഇത് തയ്ച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ആ ലൈനിങ് ക്ലോത്തും ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രാവശ്യം കനം കുറഞ്ഞ ലൈനിങ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കണം. ഓർഡർ എടുക്കുമ്പോൾ അതൊന്ന് കൺഫേം ചെയ്തിട്ട് വേണം ഓർഡർ എടുക്കാനായിട്ട്. ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ നല്ലൊരു മജന്ത കളറാണ്. അതിൽ കട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്, അക്കോബയാണ് ഫാബ്രിക്. ഇതിൽ ഈ കട്ട് വർക്ക് മാക്സിമം ഈ കുർത്തിയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതാ ഇവിടെ കട്ട് വർക്ക് ഉണ്ട്, 2 സ്ലീവ്സിന് ഇത്രയും രീതിയിൽ കട്ട് വർക്ക് ഉണ്ട്. അതുപോലെ നമ്മുടെ ഈ ബാക്ക് സൈഡിൽ കട്ട് വർക്ക് ഉണ്ട്, അത് ഞാൻ കുർത്തി കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കുർത്തിയുടെ ഹെം ഏരിയയിലേക്കും ഇതാ ഇങ്ങനെ കട്ട് വർക്ക് ഉണ്ട്. ഇതാ ഇങ്ങനെ ഈ ഫാബ്രിക്കിലെ കട്ട് വർക്ക് മുഴുവൻ കുർത്തിയിലേക്ക് കൊണ്ടുവരാൻ പാകത്തിനുള്ള ഒരു പാറ്റേൺ ആണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പാറ്റേൺ ചെയ്യുമ്പോൾ കട്ട് ചെയ്തങ്ങ് പോകും ഈ കട്ട് വർക്കൊക്കെ. അപ്പൊ പിന്നെ അതിന്റെ ഭംഗി അങ്ങ് പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് മാക്സിമം കട്ട് വർക്കും കുർത്തി തന്നെ കിട്ടാൻ പാകത്തിനുള്ള ഒരു പാറ്റേണിലാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറാണ്. മജന്ത കളർ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള കളറാണ്. അതുപോലെ ഇതിലൊരു ചെറിയ ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. വീനെക്ക് പാറ്റേൺ ആണ് ആ നെക്ക് ലൈനിലും അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ചെറുതായിട്ടുള്ള ലേസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്ലോസർ വ്യൂ കാണിച്ചു തരാം. ഇതാണ് കുർത്തി. ബാക്ക് സൈഡ് ഇങ്ങനെ 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ കണ്ടോ, അതാ ഈ കട്ട് വർക്കാണ് കുർത്തിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ ബോർഡർ ആയിട്ട് ഇങ്ങനെ ഒരു ലേസ് പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ എന്താ ഇത്രയും വീതിയിൽ ഈ കട്ട് വർക്കിന്റെ പോർഷൻ നമ്മൾ ഒരു പാറ്റേൺ പോലെ ചെയ്തേക്കുവാണ്. അതുപോലെ കുർത്തിയുടെ ഹെം ഏരിയയിൽ ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ തന്നെ ഇത്രയും വീതിയിലാണ് ഈ കട്ട് വർക്ക് വന്നിട്ടുള്ളത്. അത് ഫാബ്രിക്കിന്റെ ബോർഡർ ആണ്, അതൊട്ടും കളയാതെ തന്നെ നമ്മൾ പാറ്റേൺ ചെയ്തേക്കുവാണ്. ഈ കട്ട് വർക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് ഈ ഒരു പോർഷൻ വരെ മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് എപ്പോഴും നല്ല നീളത്തിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ ഈ കട്ട് വർക്ക് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് ഈ പോർഷൻ വരെയാണ് കൊടുത്തിട്ടുള്ളത്.
സ്ലിറ്റുള്ള കുർത്തിയാണ്. ഒരു 47 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. അതുപോലെ ഇതിന്റെ അകത്ത് ഓൾട്ടറേഷൻ സ്പേസ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇതിന്റെ എല്ലാ സൈസും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് 1350 ആണ്, അപ് ടു XXL വരെ. നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യണമെങ്കിൽ ഒരു ബോട്ടം കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. ചിലരൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ബോട്ടത്തിന്റെ ഒക്കെ കോമ്പിനേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടം പറയുവാണെങ്കിൽ എനിക്ക് കോൺട്രാസ്റ്റിനേക്കാൾ എപ്പോഴും ഇഷ്ടം ഇങ്ങനെ ടോൺ ടു ടോൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതങ്ങനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതിന്റെ എക്സാക്ട് കളറാണ് ഈ ബോട്ടത്തിന് വന്നേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഇതിന് ദുപ്പട്ട വേണമെന്നുണ്ടെങ്കിൽ ഒരു ഷിഫോൺ ദുപ്പട്ടയൊക്കെ ഈ കളറിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ ഇല്ലാട്ടോ ഇപ്പോൾ, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടാൻ പാടുള്ള ഒരു കളറൊന്നും അല്ല. ഇനിയിപ്പോൾ ദുപ്പട്ട ഇട്ടില്ലെങ്കിലും വളരെ നല്ല വൃത്തിയായിട്ട് ഇടാവുന്ന നെക്ക് ഡിസൈൻ നമ്മൾ ചെയ്തേക്കുന്നത്. ദുപ്പട്ട വേണമെന്നുള്ളവർക്ക് ഒരു ഷിഫോൺ ദുപ്പട്ട ഈ കളറിലും കൂടെ വാങ്ങിയിട്ട് ഇട്ടാല് നല്ലൊരു സെറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് സെപ്പറേറ്റ് ആണ് കേട്ടോ, ടോപ്പും ബോട്ടും സെപ്പറേറ്റ് ആണ്. ഇതിന്റെ കൂടെ ഈ ബോട്ടം എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ 2 സൈസിൽ ബോട്ടം ചെയ്ത് വെച്ചിട്ടുണ്ട്. 38 ഇഞ്ച് ലെങ്ത്തിലും ഉണ്ട്, 40 ഇഞ്ച് ലെങ്ത്തിലും ഉണ്ട്. സെപ്പറേറ്റ് ആണ് ബോട്ടം. അത് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി, നമുക്ക് ഇതിന്റെ കൂടെ ബോട്ടം കൂടെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ടോപ്പും ബോട്ടമാണ്. ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ്. ഒരു ലിനൻ മിക്സ് ചെയ്ത് വന്നേക്കുന്ന ഒരു ഫാബ്രിക് ആണിത്. അതിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്തിട്ടുള്ളത്. ഇതാ ഇങ്ങനെ വരും. ഒരു ലേസ് വർക്കാണ് യോക്കിൽ കൊടുത്തേക്കുന്നത്. ഇതിന്റെ കളറാണ് ഇതിന്റെ ഏറ്റവും നല്ല ഭംഗി. ഒരു ബേസ് കളർ നല്ല വൈറ്റ് ആണ്. അതിലിങ്ങനെ ഒരു ലൈറ്റ് ലാവൻഡറിന്റെ ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ. ഇതിൽ കണ്ടോ, ഈ ഒരു കളർ ലൈനിങ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തേക്കുന്നതാണ് കേട്ടോ. വൈറ്റ് കളർ ലൈനിങ് ഇട്ടാൽ ഇത്രയും ഭംഗി കിട്ടത്തില്ല എന്ന് തോന്നിയത് കൊണ്ട് ഇങ്ങനെ ഒരു ലൈനിങ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി വൈറ്റ് കളർ ലൈനിങ് വേണമെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ ഇട്ട് ചെയ്തു തരാം. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിന്റെ എൻഡിലും ഇതാ ഇങ്ങനെ ആ ഒരു ലേസ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ബാക്ക് സൈഡ് ഇങ്ങനെ സ്ലിറ്റുള്ള കുർത്തിയാണ്. ലൈനിങ് ആദ്യമേ കണ്ടതാണല്ലോ, ഇങ്ങനെ വരും. ഇതാണ് ഇതിന്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. 2 സൈഡ്സിലേക്ക് പോക്കറ്റും അതുപോലെ താഴ്ഭാഗത്ത് ചെറിയൊരു കട്ടിങ് ഒക്കെ വന്നിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ ഒരു പാറ്റേൺ ആണ്. ബാക്ക് സൈഡിൽ എലാസ്റ്റിക്, ഫ്രണ്ട് പോർഷനിൽ പടി, അങ്ങനെ ഒരു പാറ്റേണിലാണ് ചെയ്തിട്ടുള്ളത്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഈ ടോപ്പിന്റെ കൂടെ ഈ ഒരു കളർ ദുപ്പട്ട സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സെറ്റായിട്ട് നമുക്ക് ഇത് ഇടാം. ഞാനിപ്പോൾ ദുപ്പട്ട വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഒക്കെ ചെയ്ത് തരണമെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്തു തരാം. അപ്പോൾ ഈ ഒരു കളർ ദുപ്പട്ടയും കൂടെ ഇതിന്റെ കൂടെ സെറ്റ് ചെയ്താൽ വളരെ നല്ല ഭംഗിയായിരിക്കും. ഇതാ ഇങ്ങനെ വരും. എല്ലാ സൈസും അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൈസ്, ടോപ്പിന്റെ പ്രൈസ് വന്നേക്കുന്നത് 1590 അപ് ടു XXL വരെ. ബോട്ടത്തിന്റെ പ്രൈസ് 499. നമ്മൾ ഇന്ന് കണ്ട കുർത്തീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടെ മെൻഷൻ ചെയ്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. വീഡിയോ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലുണ്ടാവും, നേരെ കാണുമ്പോൾ കുറച്ചുകൂടെ ഡൾ ആയിട്ടുള്ളൊരു കളറായിരിക്കും കേട്ടോ. അത് എപ്പോഴും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ വേണം ഓർഡർ തരാനായിട്ട്. അതുപോലെ വാഷ് കെയർ എടുത്ത് വാഷ് ചെയ്യുക. അടുത്ത കളക്ഷൻസ് ഇട്ടൊക്കെ വീണ്ടും കാണാം. ബൈ.